നിങ്ങൾക്കറിയാം, അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്ഥാനമൊഴിയാൻ മണിക്കൂറുകൾ മാത്രമാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ ഉള്ളത്. അപ്പോൾ അദ്ദേഹം വളരെ നിർണായകമായ ഒരു തീരുമാനവുമായി വരികയാണ്. തീരുമാനം ഇതാണ്: ഡൊണാൾഡ് ട്രംപിന്റെ വിമർശകർക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. അതായത് ട്രംപ് സർക്കാരിന് ഇനി ഈ വിമർശകരെ ഇതിന്റെ പേരിൽ പ്രോസിക്യൂട്ട് ചെയ്യാനാകില്ല. പ്രത്യേക അധികാരം ഉപയോഗിച്ചിട്ടാണ് ജോ ബൈഡൻ ഈ തീരുമാനം നടപ്പാക്കിയിരിക്കുന്നത്. എന്താണ് ഈ തീരുമാനത്തിന്റെ സാങ്കത്യം? നമുക്ക് നോക്കാം. മെറിൻ മേരി ചാക്കോ, ഞങ്ങളുടെ പ്രതിനിധി, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു. മെറിൻ, ഇനിയിപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ജോ ബൈഡൻ സ്ഥാനമൊഴിയാൻ പോകുന്നു. അപ്പോഴാണ് ട്രംപിന്റെ വിമർശകർക്ക് മാപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു സുപ്രധാന തീരുമാനം ജോ ബൈഡൻ എടുത്തിരിക്കുന്നത്. എന്താണ് ഈ തീരുമാനത്തിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം? ഇതിന്റെ മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാണ്? അതോടൊപ്പം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ വിവരങ്ങളും. മെറിൻ. ഗോപികൃഷ്ണൻ, സ്ഥാനമൊഴിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു അസാധാരണ നീക്കമെന്ന് തന്നെ പറയാം. ഈ ഒരു നീക്കവുമായി പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. അതായത് ട്രംപിന്റെ വിമർശകർക്ക് അദ്ദേഹം മാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. കോവിഡ് സമയത്തെ കോവിഡ് റെസ്പോൺസ് ടീമിന്റെ തലവനായിട്ടുള്ള ആന്റണി ഫൗച്ച്, അതുപോലെ തന്നെ ജനറൽ മാർക്ക് മില്ലർ, അതുപോലെ തന്നെ US ക്യാപിറ്റലിലെ കലാപം അന്വേഷിച്ച അന്വേഷണ സംഘങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോൾ മാപ്പ് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടത്തിന് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനാകില്ല. അസാധാരണമായിട്ടുള്ള ഒരു അധികാരം ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഒരു അസാധാരണ നടപടിയാണ് ഇത്തരത്തിൽ ജോ ബൈഡൻ എടുത്തിരിക്കുന്നത്. സുപ്രധാനമായ ഒരു നീക്കമാണ്. ഇനി അടുത്ത വരും മണിക്കൂറുകളിൽ അമേരിക്കയ്ക്ക് പുതിയ ഒരു തലവനെ ലഭിക്കുകയാണ്. അതായത് ഒരു അഭിമാന നിമിഷം, അല്ലെങ്കിൽ ഒരു പുതിയ അഭിമാനത്തിൻ്റെ ഒരു ദിനം എന്ന് തന്നെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് സ്വന്തം സത്യപ്രതിജ്ഞയെ വിശേഷിപ്പിച്ചത്. അമേരിക്ക ഇതുവരെ നേരിട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ചരിത്രപരമായ വേഗത്തിൽ താൻ അതിനെല്ലാം പരിഹാരം കണ്ടെത്തുമെന്ന് പറഞ്ഞ ഉറച്ച പ്രഖ്യാപനവുമായാണ് ട്രംപ് അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായി ഇന്ന് അധികാരമേൽക്കാൻ പോകുന്നത്. കൊടും തണുപ്പിനെ അവഗണിച്ച് അനേകർ ഇപ്പോൾ ക്യാപിറ്റലിലേക്ക് വരുന്ന ഒരു പ്രവഹിക്കുകയാണ്. കാരണം നേരത്തെ നിന്നും വ്യത്യസ്തമായി 40 വർഷങ്ങൾക്ക് ശേഷം US ക്യാപിറ്റലിലെ റോട്ടിൻഡ ഹാളിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. കനത്ത പഴുതടച്ച സുരക്ഷ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ US ക്യാപിറ്റലിൽ നിന്നും വാഷിംഗ്ടൺ DC-യിലേക്കുള്ള ആ സമീപങ്ങളിലുള്ള തെരുവുകളെല്ലാം തന്നെ നാഷണൽ ഗാർഡ് ഒഴിപ്പിച്ചിരുന്നു. നമ്മുടെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സമയം, അതായത് നമ്മുടെ സമയം രാത്രി 10:30 കൂടിയാണ് ഈ ഔദ്യോഗികമായി പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ, ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കുക എന്നതാണ്. നമ്മൾ മനസ്സിലാക്കുന്ന അവിടെ -11 ഡിഗ്രിയാണ്. അത്രയും കൊടും തണുപ്പാണ്. അതുകൊണ്ടാണ് പുറത്തെ ഈ ചടങ്ങുകൾ പുറത്ത് നടത്തുക എന്നതൊക്കെ മാറ്റി ക്യാപിറ്റോളിലെ റൊട്ടിൻഡ ഹാളിനകത്ത് നടത്താനുള്ള തീരുമാനം ഉണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ആരൊക്കെയായിരിക്കും വിശിഷ്ട അതിഥികൾ? ഈ ചടങ്ങ് എത്ര നീളാൻ സാധ്യതയുണ്ട്? ഈ ചടങ്ങിന്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്, മെറിൻ? തീർച്ചയായും കൊടും തണുപ്പ് കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ റോട്ടിൻഡ ഹാളിലേക്ക് ചടങ്ങുകൾ മാറ്റിയിരിക്കുന്നത്. അതിനുശേഷമുള്ള ഉദ്ഘാടനത്തിന് ശേഷം നടക്കുന്ന പരേഡും ഈ ഒരു മരീന എന്ന് പറയുന്ന ഒരു റോഡിലായിരിക്കും നടക്കുക. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിദേശ രാഷ്ട്ര തലവന്മാർ പങ്കെടുക്കുന്ന ഒരു രീതിയില്ല. എന്നാൽ അതിന് പതിവിന് വിപരീതമായിട്ട് തന്നെ മുൻ പ്രസിഡന്റുമാരും അത് എല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ പങ്കെടുക്കുന്നുണ്ട്. ബിസിനസ് രംഗത്ത് ട്രംപിന്റെ ഉറച്ച പിന്തുണ നൽകുന്ന ഇലോൺ മസ്ക്, അതുപോലെ തന്നെ മാർക്ക് സക്കംബർഗ്, പിന്നെ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ തന്നെ അംബാനി കുടുംബത്തെ പ്രതിനിധീകരിച്ച് മുകേഷ് അംബാനിയും ഭാര്യയും എല്ലാം തന്നെ ഇന്നലെ ട്രംപ് നൽകിയ അത്താഴ വിരുന്നിൽ പങ്കെടുത്തിരുന്നു. ഇത്തരത്തിൽ ബിസിനസ് രംഗത്തെയും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തെയും പ്രമുഖർ തന്നെയാണ് ഈ ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. രാത്രി ഇന്ത്യൻ സമയം 10:30-ക്കാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് 2ാം വട്ടം അധികാരത്തിൽ വരാൻ പോകുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ക്യാപിറ്റോളിലെ റൊട്ടിൻഡ ഹാളിനകത്താണ് ഈ ചടങ്ങുകൾ നടക്കുക. കൊടും തണുപ്പായതുകൊണ്ട് തന്നെ പുറത്തെ ചടങ്ങുകളൊക്കെ മാറ്റി അകത്താക്കിയിരിക്കുന്നു. ഇന്ത്യയെ പ്രതിനിധീകരിച്ചെത്തുന്നത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കറാണ്. സാധാരണ നിലയിൽ അമേരിക്കൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ആളുകൾ വരുന്ന പതിവില്ല. ആ പതിവ് തെറ്റിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികൾ വരുന്നു. അതോടൊപ്പം തന്നെ ബിസിനസ് രംഗത്തെ അധികായന്മാർ ട്രംപിന്റെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി, അല്ലെങ്കിൽ പ്രത്യേക ക്ഷണിതാക്കളായി അവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റ് വിവരങ്ങൾ, അതോടൊപ്പം തന്നെ വർണ്ണാഭമായി നടക്കാൻ പോകുന്ന ഈ ചടങ്ങിന്റെ സമ്പൂർണ്ണമായ വിവരങ്ങൾ, അമേരിക്കയിൽ നിന്നുള്ള തത്സമയ റിപ്പോർട്ടുകൾ പ്രേക്ഷകർക്ക് കാണാം. ഞങ്ങളുടെ പ്രത്യേക ഷോ രാത്രി 9:30 മുതൽ 24-ൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുമ്പോൾ അതിന്റെ സമ്പൂർണ്ണമായ കവറേജ് ഉറപ്പുവരുത്തി പ്രേക്ഷകരിലേക്ക് വിവരങ്ങളുമായി ഞങ്ങളുണ്ടാകും.